തൊലി ഉൾപ്പെടെയാണോ? അല്ലല്ലോ. തൊലി ഉൾപ്പെടെ പശുവാണ്. തൊലി ഉൾപ്പെടെ ഒരു സ്പൂൺ ശർക്കര ഇട്ടാ മതി. ഇളക്കണ്ടേ? ഇളക്കണം. പിന്നെ ഇളക്കണ്ട. ഒരു പണിയെടുക്കാതെ ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന കോൺട്രാക്ടർ. നല്ല കോൺട്രാക്ടർ അല്ല കേട്ടോ. അത് ഉടച്ച് കളയരുത്, ഒരാവശ്യത്തിന് വെച്ചിരിക്കുന്ന. ഇതൊരു ബനാന ഫൈറ്റ് ഇല്ല. ഇന്ന് നമ്മുടെ ഒരു അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി, ഒരു ദോശ ഉണ്ടാക്കാൻ. ദോശ, ബനാന ദോശ. ബനാന കൊണ്ട് ദോശ. അതെങ്ങനെയുണ്ട്? ഭയങ്കര ബനോസ. ബനോസ പേരിട്ടു, ബനോസ. കുട്ടികളെ നമുക്കെല്ലാം ചെറുത് മതി. മാക്രോ ന്യൂട്രിയൻസ് ഉള്ളത് എന്ന് പറഞ്ഞോണ്ട് ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറയിപ്പോ. ഒരു 4 മണി. ബനോസ എന്ന് പറഞ്ഞ ഒരു ഷർട്ട് കമ്പനിയുടെ. അത് വേണ്ട, അവരിനി നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ബശ അത് വിശ്വസിച്ചല്ലേ. അപ്പം വെൽക്കം ടു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് അമ്മയുടെ 4 മണി പലഹാരത്തിലേക്ക് കടക്കുകയാണ്. ബശ. കുട്ടികളെ പഴം കഴിക്കാത്തവരെ കുട്ടികൾ മാത്രമല്ല, ഏത്തപ്പഴം കഴിക്കല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്കത് ദോശയില് ഒക്കെ ഇട്ട് ഉണ്ടാക്കി നോക്കാം. ദോശയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക, എന്നിട്ട് പറയുക. ഇനി എന്തൊക്കെ വേണം? പരീക്ഷണങ്ങളാണ്. ദോശ വേണം, പിന്നെ മൈദ ചേർക്കുന്നത്. അല്ല, ദോശയല്ല, 2 ഏത്തപ്പഴം. നല്ലോണം പഴുക്കണം. ഇത് ഇച്ചിരി പഴുപ്പ് ഉണ്ട്, പഴുത്തിട്ടുണ്ട്. പിന്നെ മൈദ 2 ഏത്തപ്പഴത്തിന് 1 ഗ്ലാസ് മൈദ. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ശർക്കര. നെയ്യ് പെരട്ടിയിട്ട് വേണം. നെയ്യ് നല്ല വേണം, എണ്ണയൊന്നുമില്ല. നെയ്യ് നല്ലോണം പെരട്ടി ദോശക്കല്ലെ വെച്ച് ഇത് അരച്ചെടുക്കുക. അല്ല, ഇതൊക്കെ കൂടെ മിക്സി അരച്ചെടുത്തിട്ട് ദോശ മാവിന്റെ അതാണ് നമ്മൾ പുതിയ നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്ന ബശ. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. അപ്പൊ ഇതില് നമ്മൾ ഇനി ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 2 നല്ലോണം ഇത് ഇരുന്ന് പഴുത്തു, ചൂടുകൊണ്ട് പഴുത്തു. നമ്മൾ അങ്ങനെ ഇരുന്ന് പഴുത്താണെങ്കിലും ഇരുന്നതായാലും കിടന്നതായാലും കുഴപ്പമില്ല. ഓടി പഴുത്തതായാലും കുഴപ്പമില്ല. ചീയരുത്. ഓക്കെ. 2 പഴുത്ത പഴം, 1 ഗ്ലാസ്. 2 പഴത്തിന് 1 ഗ്ലാസ് മൈദ, ശർക്കര, തേങ്ങ, നെയ്യ്. കഴിഞ്ഞ കഥ. അപ്പൊ നമ്മൾ ഇനി എന്താ ഇത് ചെയ്യേണ്ട പറഞ്ഞോളൂ. ഇത് നമുക്ക് മിക്സിയിൽ ഇത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മിക്സിക്കകത്ത് ഇടാം. എന്നിട്ട് മൈദയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് ദോശമാവിന്റെ പരുവത്തിൽ എടുക്കാം. അപ്പം നമുക്ക് മിക്സിയിലോട്ട് അരിയാം. തൊലി ഉൾപ്പെടെയാണോ? അല്ലല്ലോ. തൊലി ഉൾപ്പെടെ പശുവാണ്. തൊലി ഉൾപ്പെടെ. ഏത്തപ്പഴമായിട്ട് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താ? അതാണ് മാറിക്കോ. അപ്പൊ ഇതൊന്നും വേണ്ട. അരി ഇത് പറമ്പി പാടത്ത് പോയിട്ട് നെല്ലെടുത്ത് ഇതൊന്നേരെ പോയി അത് പുഴുങ്ങി, നെല്ല് പുഴുങ്ങി അരിയാക്കി കഴിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അവിടെ കിളികളൊക്കെ തിന്നാ പോരെ. അരി അങ്ങനെ കഴിക്കേണ്ട സാധനമാണ്. ഏത്തപ്പഴം ഇങ്ങനെ കഴിക്കേണ്ട കാര്യമുണ്ടോ? ഏത്തപ്പഴമായിട്ട് തന്നെ കഴിക്കാമല്ലോ. അതിന് വെറൈറ്റീസ്. മണ്ടൻ മറുപടി അല്ല പറയേണ്ടത്. വെറൈറ്റി ലോജിക് ആയിട്ടുള്ള മറുപടി പറയണം. അല്ല, ഞാൻ വേണ്ട, ഒന്നുമില്ല. നമ്മൾ ശരിക്കും ദോശമാവിന്റെ കൺസിസ്റ്റൻസി. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പലഹാരമായിരുന്നു നമ്മൾ ഉണ്ടാക്കാനിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാ കത്തുന്നത്? ഇത് ഇൻവെർട്ടറിലാണ് കത്തുന്നത്. പക്ഷെ ഞങ്ങളുടെ മിക്സി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ഇത് ബാറ്റർ അരച്ചിട്ട് ഞങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബാറ്റർ റെഡിയാക്കിക്കൊണ്ട് അമ്മ ബാറ്റർ റെഡിയാക്കി കൊണ്ടുവന്നു. നമുക്കിനി ദോശ ചുട്ടെടുക്കാം. അതാ ഉണ്ടോ ബാറ്റർ റെഡി. ശരിക്കും എന്റെ പ്രോട്ടീൻ ഷേക്കിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അത് തുടങ്ങി പ്രോട്ടീൻ ഷേക്ക് തുടങ്ങിയ നമ്മ എന്ത് പറഞ്ഞാലും ഉണ്ടോ ഓരോന്ന്. അങ്ങനെ നമ്മൾ വിജയകരമായി വിജയമാമിയുടെ അടുത്ത് പോയി നമ്മൾ അന്തസ്സായിട്ട് അരച്ച് കാപ്പിയും കുടിച്ച് റെഡിയായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബനാന ദോശ, അതാണ് ഞങ്ങൾ ചുരുക്കി ബശയാക്കിയത്.
അമ്മ ഇതിൽ ഇനി പഞ്ചസാര ഒന്നും വേണ്ട. ഒരു സ്വല്പം ഇപ്പൊ ശർക്കര വേണം. ശർക്കരയാണ്. അതല്ലേ പറഞ്ഞത്, ഇത് അതിന്റെ ഇടയ്ക്കുള്ള തൂക്കി കറി വിട്ട് വെക്കുന്നേ. കുറച്ച് ശർക്കര ഇടാം. മധുരം വേണം. അതാ ഞാൻ പറഞ്ഞത്, ശർക്കരയാണ്, പഞ്ചസാര. ശർക്കര നമ്മളെ ഉരുക്കൊന്നും വേണ്ട, ഇത് പൊടി ആയതുകൊണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ശർക്കര എടുത്തു വെച്ചിരിക്കുന്ന എനിക്ക് കാണാമല്ലോ. ഒരു സ്പൂൺ ശർക്കര ഇട്ടാ മതി. ഇളക്കണ്ടേ? ഇളക്കണം. പിന്നെ ഇളക്കണ്ട, കുറച്ച് ഉപ്പ് കൂടെ ഇടണേ. ഉപ്പെന്ന് പറഞ്ഞാല് നുള്ള് മേമ്പൊടി. ഞാനത് പറയാൻ വരുമായിരുന്നു. മേമ്പൊടി കുറച്ച് ഉപ്പില്ലാതെ എങ്ങനെയാ ദോശക്ക്? മേമ്പൊടിക്കൊരു ദോശ ഉപ്പ്. ഇത് മതി. പറഞ്ഞു എടുത്ത് ഞാൻ എടുത്താൽ നമ്മളിപ്പോ ഇത് പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു സ്വല്പം ഉപ്പ് ഇടും, ഒരു നുള്ളുപ്പ് ചേർക്ക്. പുളി. ഇനി കല്ല് ദോശക്കല്ല് അടുപ്പത്ത് വെക്കാവേ. ഓക്കെ, ഞാൻ എന്റെ കണ്ടിന്യൂറ്റി പൊസിഷൻ സ്വീകരിച്ചു. നെയ്യ് വെക്കുമ്പോ നെയ്യ് ഉരുക ചൂടത്തത് തനത്താൻ നെയ്യ് ഉരുക്കുന്ന പോലെയാണ് നമ്മളിപ്പോ സത്യം. എന്റെ നെയ്യ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും നെയ്യെല്ലാം ഉരുകി ഒരു പാകമാവും. അങ്ങനെ നമ്മൾ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, ഒന്ന് ചൂടാകാൻ വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറുതാക്കി വെച്ചാൽ ചെറുത് മതി. അപ്പൊ അതിന് പിന്നെ ഇച്ചിരി ഒരു കട്ടി ഉണ്ടാവും, മറ്റേതിന് ഭയങ്കര നെയ്ച്ച്. അങ്ങനെ ഈ ബശയുടെ ആദ്യഘട്ടം മുകളിലും കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവൻ തുമ്പികൾ. മുട്ടയല്ലത്, ദോശയാണ്. മുട്ടയുടെ അല്ല, ഞാൻ ആ നെയ്യ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള വരത്തില്ല. ആയിട്ടില്ല, ഞാൻ പറയാം. ഓ, ശരിക്കും എനിക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. പണിയെടുക്കാതെ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കോൺട്രാക്ടർ. നല്ല കോൺട്രാക്ടർ അല്ല കേട്ടോ. കണ്ടോ അങ്ങനെ പറയുമ്പോ ഒരു സൈഡ് ഇങ്ങനെ എങ്ങനെ പിന്നെ അല്ലെ താൻ റൗണ്ട് ആയിട്ടൊരു ദോശ ഒന്നും ഉണ്ടാക്കി തരാമോ? കറക്റ്റ് റൗണ്ടില് അല്ലേ ദോശ ഉണ്ടാക്കും. പിന്നെ അല്ലേ ഇങ്ങനെ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. മറ്റേ വീതിയിലാണെങ്കിൽ ഓക്കെ. നെയ്യ് അങ്ങനെ ഇങ്ങനെ കുതിർന്നും നല്ല പാൻ കേക്ക് ചൂടാണ്. ഒരു ബശ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ബാക്കി എന്ത് ചെയ്യും? നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മൊരിഞ്ഞ വാമ ഇച്ചിരി കൂടെ മൊരിഞ്ഞോട്ടമേ. മധുരം കുറവാണോ? കുറച്ച് കുറവാ, പക്ഷെ അല്ലേ ഇച്ചിരി മൊരി തന്നെ അമ്മേ. അങ്ങനെ നമ്മൾ വണ്ടർഫുൾ ആയിട്ടുള്ള ബനാന ദോശ ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിനൊരു ഒരു വ്യത്യസ്തമായ ഇത് പറയട്ടെ, നല്ല മാങ്ങാ ചമ്മന്തി സൂപ്പർ ആയിരിക്കും. നല്ല പച്ചമാങ്ങ ചമ്മന്തി കൂട്ടി ഈ ബശ കഴിച്ചാൽ വേറെ ലെവലും. ഇപ്പം ഏത്തക്കപ്പം ബീഫ് കറി കഴിക്കുന്നു, അത്രയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ എന്നാൽ ബാക്കി 4 മണിയിലോട്ട് കടക്കട്ടെ. ബൈ ബൈ. ബൈ ബൈ. ടാറ്റാ, സീ യു.